വീട്ടിൽ വന്നപ്പോൾ അമ്മനെ കാണുന്നില്ല. വീടിന് ചുറ്റും കിടന്ന് വിളിയോട് വിളി. അപ്പുണ്ട് ഒരു മുട്ട വാഴക്കുല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതിന് തൊട്ട് പിറകിൽ ബാക്കിയുള്ള പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമ്മ. ഒരു വാഴ കുലച്ച് നിന്നതേ മുറിച്ചിട്ടു കേട്ടോ. അതിൻ്റെ കൊലയൊക്കെ അവിടെ വെട്ടിവെച്ചു. ഇനി അടുത്ത കലാപരിപാടി അതിൻ്റെ പിണ്ടി വലിച്ചൂരി എടുക്കലാണ്. കാണുന്നത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. വാഴക്കൊമ്പ് നമ്മൾ നേരത്തെ ഒടിച്ച് ദൂരം വെച്ചു. ഇനി ഇലയും വെട്ടണം. ഒറ്റ സാധനം വെറുതെ കളയാൻ പാടില്ല. കാണുന്നത്ര ഈസിയൊന്നും അല്ല കേട്ടോ. ഈ വാഴപ്പോള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടേ നടക്കുന്ന പിണ്ടി വലിച്ചൂരി എടുക്കാമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ആദ്യം കുറച്ച് ഭാഗം ഒടിഞ്ഞു പോയി. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് വെട്ടിമുറിച്ചെടുക്കണം. ഇതിനേക്കാൾ രസമാണ് തോരൻ വെക്കൽ. ഇത് വട്ടത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇതിൻ്റെ നൂലൊക്കെ കയ്യിൽ ചുറ്റിയെടുക്കണം. കൊത്തി 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 അരിയണം. നമ്മുടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലൂടെ പിഴിഞ്ഞ് വെക്കണം. വെള്ളം തോരൻ വെക്കണം. പിന്നെ നമ്മൾ അരപ്പൊക്കെ ചതയ്ക്കണം. കടുക് വറക്കണം. അതിലേക്ക് ഇടണം. ചിക്കിത്തോർത്തിരിക്കണം. ആഹാ, എന്ത് രസമെന്നറിയാം വാഴപ്പിണ്ടി തോരൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.